കൊല്ലം നഗരത്തിൽ സ്വകാര്യ ബസിന്റെ മരണപ്പാച്ചിൽ. അത്ഭുതകരമായി സ്കൂട്ടർ യാത്രികൻ രക്ഷപ്പെട്ടു. പരിക്കുകളോടെ യാത്രക്കാരനെ ആശുപത്രിയിലാക്കി. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ഷമീർ അബ്ദുൾ ആണ് ചേരുന്നത്. ഷമീറിലേക്ക് പോകാം. ഷമീർ, സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിൽ എന്ന് നമ്മൾ പലപ്പോഴും പറയുന്നതാണ്. ഒരുപാട് അപകടങ്ങളും ഇതിൽ ഉണ്ടാകാറുണ്ട്. എന്തായാലും ഇപ്പോൾ സ്കൂട്ടർ യാത്രികൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നുള്ളത് ആശ്വാസകരം. ഏതു രീതിയിലാണ് ആ ഒരു സംഭവം അവിടെ നടന്നത്? കൊല്ലം കമ്മീഷണർ ഓഫീസിലെ ബ്രിഡ്ജ് ഇറങ്ങി ചിന്നക്കടയിലേക്ക് വരികയായിരുന്നു ഇരുചക്ര വാഹന യാത്രക്കാരൻ. അതേ ദിശയിലൂടെ തന്നെയാണ് ബസ്സും വരുന്നത്. പുറകെ ഈ സ്കൂട്ടറിന് പുറകെ ബസ് ഇടിച്ച ശേഷം സ്കൂട്ടർ യാത്രികൻ ബസ്സിനടിയിലേക്ക് പോവുകയും ബസ് യാത്രികന്റെ മുകളിലൂടെ കയറുകയും ചെയ്തു. പക്ഷേ ചക്രങ്ങൾ അദ്ദേഹത്തിന്റെ ശരീരത്തിലൂടെ കയറി ഇറങ്ങിയില്ല. അത്ഭുതകരമായിട്ടാണ് അദ്ദേഹം അതിൽ നിന്ന് രക്ഷപ്പെട്ടത്. പിന്നീട് നാട്ടുകാരുടെ സഹായത്തോടു കൂടിയാണ് ഇദ്ദേഹത്തെ ഈ ബസ്സിനടിയിൽ നിന്നും വലിച്ച് പുറത്തേക്ക് ഇറക്കിയത്. ഇതിനുശേഷം ഇദ്ദേഹത്തിന്റെ കാലിനടക്കം പരിക്കേറ്റിട്ടുണ്ട്. ഇദ്ദേഹത്തെ ഇപ്പോൾ കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ബസ് വളരെ വേഗതയിലെത്തി ഈ സ്കൂട്ടറിന് പുറകെ ഇടിക്കുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത്. ഇതിനുശേഷമാണ് ഇദ്ദേഹം ബസ്സിനടിയിൽ അമർന്നു പോയത്. ഈ സ്കൂട്ടർ എടുക്കാൻ വേണ്ടി തന്നെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഈ സ്കൂട്ടർ അവിടെ നിന്നും മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരെത്തി സ്കൂട്ടർ അവിടെ നീക്കം ചെയ്തത്. ഏതായാലും ബസ്സിന്റെ മരണപ്പാച്ചികൾക്കെതിരെ കൊല്ലം നഗരത്തിൽ ഒരു നടപടിയും പോലീസിന്റെ ഭാഗത്തു നിന്നും മോട്ടോർ വെഹിക്കിളിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നൊരു ആക്ഷേപവും നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു അപകടം ഇന്ന് രാവിലെ ഉണ്ടാകുന്നത്. സ്വാതി. ശരി ഷമീർ, കൊല്ലം നഗരത്തിലാണ് സ്വകാര്യ ബസിന്റെ മരണപ്പാച്ചിൽ. എന്തായാലും വലിയ അപകടം ഒന്നും സംഭവിച്ചില്ല. അത്ഭുതകരമായി സ്കൂട്ടർ യാത്രികൻ രക്ഷപ്പെട്ടിരിക്കുന്നു. ആ വിവരങ്ങളാണ് ഷമീർ നൽകിയത്.